നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാനിത് എന്തിനാ പറയണേ? വേണ്ട, നിന്റെ അമൃതയെടുത്ത് തന്നെ പറയും. ആ അല്ല, ചിലപ്പോ അമൃതയെടുത്ത് പറഞ്ഞെന്ന് വരില്ല. കാരണം നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലാന്നേ ഏട്ടത്തിക്കും അറിയാം. എടുത്തി എന്താ സംഭവിച്ചെന്ന് പറ. അല്പം മറച്ചു വെച്ച് പറയണോ അതോ നടന്നത് അതുപോലെ അങ്ങ് പച്ചയ്ക്ക് പറയണോ? അതുപോലെ തന്നെ പറഞ്ഞു മതി. ആഖിയും വന്ദനയും കൂടെ അവിടെ താഴെ അവളുടെ മുറിയിലെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. ആഖി വന്ദനയുടെ കയ്യിലും കാലിലും ഒക്കെ ഇങ്ങനെ തഴുകി തഴുകി ചെയ്യുന്നവർക്കോ നാണോ ഇല്ല. പറയുന്ന എനിക്കെങ്കിലും നാണം വേണ്ടേ? അല്ല, നീ അമൃതയെടുത്തോട് ചോദിച്ചാ മതി, എല്ലാം പറഞ്ഞു തരും. നിന്റെ സ്ഥാനത്ത് ഞാനെങ്ങനായിരുന്നെങ്കിലും ഉണ്ടല്ലോ, അവളുടെ വായിലെ 32 പല്ലും താഴെ കിടക്കുമായിരുന്നു. നീ ഇങ്ങനെ ഭക്തിയും പൂജയൊക്കെ ആയിട്ട് അങ്ങ് നടന്നു. ഹലോ ഐശ്വര്യ, അവിടെ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു? ഇവിടത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വന്ദന കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ടല്ലോ അല്ലേ? എല്ലാം പക്കയാ. അവള് ആദ്യ റൗണ്ടിൽ ജയിച്ചു, പക്ഷേ 2ാം റൗണ്ട് നിർണായകമാണ്. അത് ഞാൻ നേടും. ശ്യാമയുടെ മനസ്സിപ്പോ പഠിത്തത്തിലല്ല, വന്ദനയിലാ കുടുങ്ങിക്കിടക്കുന്നത്. വന്ദന എന്ത് ചെയ്യുന്നു, വന്ദന അഖിയുമായിട്ട് മിണ്ടുന്നുണ്ടോ, വന്ദന ഉറങ്ങുന്നോ, വന്ദന ഉണരുന്നോ, അതൊക്കെ ഉള്ളൂ ഇപ്പോ. പഠിത്തം ഗോവിന്ദ. ഓക്കെ ഐശ്വര്യ, ഇതിന് പിന്നിലെ എന്റെ ലക്ഷ്യങ്ങൾ നിനക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ. വർമ്മയുടെ കമ്പനിയുടെ മുകളിൽ എന്റെ കമ്പനി വരണം. അതറിയാം, പക്ഷേ അതിന് ഞാൻ വെച്ചിട്ടുള്ള വ്യവസ്ഥകള് അങ്കിളിനും അറിയാലോ. അങ്കിളിന്റെ കമ്പനി ഞങ്ങളുടെ കമ്പനിയിൽ ലയിപ്പിക്കണം. പിന്നെ നമ്മൾ 2 പേരും അതിന്റെ മ്യൂച്വൽ ഹെഡുകളാകും. തീരുമാനിച്ച വ്യവസ്ഥകളിൽ നിന്നും ജഗന്നാഥൻ ഒരിക്കലും പിന്നിലേക്ക് പോവില്ല. ഐശ്വര്യയും പോവില്ല. നമുക്ക് 2 വെല്ലുവിളികളെ നേരിടേണ്ടത്, ശ്യാമയും അമൃതയും. 2നെ ഒതുക്കിയ നമ്മൾ ജയിച്ചു. അമൃതയെ അശ്വതിയിൽ കൂടി തന്നെ നമുക്ക് ഒതുക്കാം. അശ്വതിയുടെ കാര്യങ്ങള് കൃത്യമായിട്ട് എനിക്ക് ഉടനെ കിട്ടും. ഞാനും മായയും അതിന്റെ പിന്നിൽ തന്നെയാ. അപ്പൊ ഓക്കെ ഐശ്വര്യ, കാര്യങ്ങൾ നടക്കട്ടെ. ഓക്കെ അങ്കിൾ, നമ്മള് നേടും, നമ്മൾ ജയിക്കും, നമ്മള് ഭരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.